ശിവദാസ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ഇതൊരു രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നുള്ളതാണ്. ലീഗിന്റെ നിലപാടിനെ CPM പലപ്പോഴും പല കാര്യങ്ങളിൽ അഭിനന്ദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും ലീഗ് എടുക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസിന് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്യാസ് ചേംബറിൽ നിന്ന് കോൺഗ്രസിനെ തുറന്നുവിടുകയാണ് വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ആകാശത്തേക്ക്. അതൊരു നല്ല കാഴ്ചപ്പാടാണ്. കാരണം ഇന്ത്യയിലെ ആനുകാലിക രാഷ്ട്രീയം എത്രത്തോളം കലുഷിതമാണ് എന്നും കോൺഗ്രസ് അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് എന്നും നിങ്ങൾ നിൽപ്പുറപ്പിച്ചിരിക്കുന്ന മതേതര ചേരിയെന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്നും എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ നറേറ്റീവുകൾ പ്രിന്റ് ചെയ്തിറക്കപ്പെടുന്നത് എന്നും നല്ല ബോധ്യമുള്ള CPM എന്തിനാണ് ഈ കേരളത്തിൽ നമുക്കറിയാം അയോധ്യയോ രാമക്ഷേത്രമോ ഒന്നും ഒരു കാലത്തും വലിയ വിളവെടുപ്പുള്ള ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്നിരിക്കെ ഇവിടെ നിന്ന് കോൺഗ്രസിനെ ഇത്രത്തോളം പ്രഷറൈസ് ചെയ്യുന്നത്? കോൺഗ്രസിനെ ഞങ്ങളെന്തിന് പ്രഷറൈസ് ചെയ്യണം? കോൺഗ്രസ് അവിടെ ശിലാന്യാസത്തിന് അനുമതി കൊടുത്തിട്ടുള്ള പാർട്ടിയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകൻ സഹയാത്രികൻ എൻ ശ്രീകുമാർ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ വിഷയങ്ങൾ ഇത്രമേൽ വഷളാക്കുന്നതിന് വേണ്ടി വലിയ സംഭാവന കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ഇവിടെ പറഞ്ഞത് വെച്ച് തന്നെ പറയാം, അവിടെ കർസേവ നടക്കുമ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാതെ നിലനിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. സമസ്തയുടെ 40 അംഗ പണ്ഡിത സഭയുടെ തീരുമാനം വന്നിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ പത്രത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗത്തെ നാം ഗൗനിക്കേണ്ടതില്ല. പണ്ഡിത സഭ തീരുമാനിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കിയാനേ എന്നൊരു ധ്വനി അതിനകത്ത് വരികയാണ്, ആ സ്റ്റേറ്റ്മെന്റിനകത്ത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവിടെ കർസേവ നടത്തുമ്പോൾ അവിടെ ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അവിടെ കർസേവകരെ തടയാതിരുന്നത് ഈ 40 അംഗ പണ്ഡിത സഭയുടെ തീരുമാനം വരാതിരുന്നത് കൊണ്ടാണോ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? കോൺഗ്രസിന്റെ തീരുമാനം എടുക്കാം, പക്ഷേ ആ തീരുമാനത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ എന്തോ തീരുമാനം എടുത്തോ, പക്ഷെ അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൂടെ? ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം, തകർത്തതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, അവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പരിപാടിയുടെ രാഷ്ട്രീയ ഉദ്ദേശവും നമുക്കറിയാം. ആ രാഷ്ട്രീയ ഉദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ആകെ ദുരിതക്കയത്തിലേക്ക് എറിയുകയാണ് BJP സർക്കാർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ എത്രയാണ് ട്രെയിൻ സർവീസ് റദ്ദാക്കിയത്? കേരളത്തിലേക്ക് വരേണ്ടിയിരുന്ന പാവപ്പെട്ട കുട്ടികൾ ടിക്കറ്റ് കിട്ടാതെ ഡൽഹിയിൽ അലയേണ്ടി വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. എത്ര ട്രെയിനുകൾ ഹിമസാഗർ എക്സ്പ്രസ് റദ്ദാക്കി, നമ്മുടെ എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് റദ്ദാക്കുന്നു, സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം റദ്ദാക്കുന്നു. എന്നിട്ട് ആ റദ്ദാക്കിയ ട്രെയിനുകളെല്ലാം RSSന്റെ BJPയുടെ ആളുകൾക്ക് വേണ്ടി മാത്രമായി ഓടുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രേ പോകുന്നത്. റെയിൽവേയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ റദ്ദാക്കിയ ട്രെയിനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് വരാനുള്ള അവസരം കൂടി ഇല്ലാതാക്കുന്ന സ്ഥിതിയല്ലേ ഉണ്ടായിട്ടുള്ളത്? ഇതെന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, അത് അയോധ്യയിലേക്കാവട്ടെ അല്ലെങ്കിൽ മിർസാപൂരിലേക്കാവട്ടെ എവിടെയോ ആവട്ടെ, ട്രെയിൻ അനുവദിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന് വലിയ തോതിൽ പങ്കുണ്ടായിരുന്നു എന്ന രാഷ്ട്രീയ ആരോപണം CPM നിരന്തരമായി മുന്നോട്ട് വെക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് അതിനോട് വളരെ ഐക്യപ്പെട്ട മനോഭാവമാണ് എങ്കിൽ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസിന് ഈ ആകുലത എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അപ്പോൾ ആ ആകുലതയ്ക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയിൽ നിന്ന് വിരുദ്ധമായി എന്തോ ഒന്നുണ്ട് എന്നത് അംഗീകരിച്ചു പോകേണ്ടേ? ഞങ്ങൾക്ക് കോൺഗ്രസിനെ ഞങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തുന്ന ആളുകളാണ്. BJPയെ പോലെയല്ല ഞങ്ങൾ കോൺഗ്രസിനെ കാണുന്നത്. കോൺഗ്രസിന് BJPയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. BJP ഹിന്ദുത്വത്തിന്റെ BJPയുടെ നയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് എങ്ങനെ വളരാൻ പറ്റുമെന്ന് കോൺഗ്രസ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനോട് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് കോൺഗ്രസിനോട് എന്താണ്? ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൊടിയ വർഗീയ നയങ്ങൾ, ആ വർഗീയത രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന വലിയ അതിക്രമമുണ്ട്. ഇവിടെ സുരേഷ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കാം. ഗാന്ധിജിയുടെ രാമനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണല്ലോ. ഗാന്ധിജിയുടെ രാമനല്ല RSSന്റെ രാമൻ, ഗാന്ധിജിയുടെ രാമനല്ല BJPയുടെ രാമൻ. ഗാന്ധിജിയുടെ രാമൻ എന്താ? ഗാന്ധിജിയുടെ രാമൻ സത്യത്തിന്റെയും നീതിയുടെയും രാമനാ. പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഗാന്ധിജി പാടിയ പ്രാർത്ഥനാ ഗീതം മനസ്സിലുണ്ടാവണം.
ആ മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നത് എന്താ? എല്ലാവർക്കും നന്മ ആശംസിക്കുന്ന മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള തൻ്റെ രാമനെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ രാമനെക്കുറിച്ച് പാടിയിട്ടാണ് ഗാന്ധിജി നടന്നുപോയത്. ആ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത കാപാലികൻ വിളിച്ചത് രാമനെയാണ്. ഗാന്ധിജിയുടെ രാമൻ തൻ്റെ അച്ഛൻ്റെ സത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോകാൻ തയ്യാറായ, സിംഹാസനം ഉപേക്ഷിക്കാൻ തയ്യാറായ, സ്വർണ്ണ കിരീടം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള രാമനാണ്, സത്യത്തിൻ്റെ നീതിയുടെ രാമൻ. എന്നാൽ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് ഉതിർത്തിട്ടുള്ള ഗോഡ്സെയുടെ രാമനോ, ഗോഡ്സെയുടെ രാമൻ ഗുജറാത്തിൽ പാവപ്പെട്ട മനുഷ്യരെ പിച്ച് ചീന്തുന്നതിന്, ചുട്ടുകൊല്ലുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള രാമനാണ്. അപ്പൊ ഇന്ത്യയിൽ രണ്ട് രാമന്മാരുണ്ട്. ഒരു രാമൻ എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ, പല വീടുകളിൽ ഇരുന്നു കൊണ്ട് വൈകുന്നേരങ്ങളിൽ രാമനാമം ജപിക്കുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ മനസ്സിൽ കൊലപാതകത്തിന്റെ ഏറ്റവും ക്രൂര കൃത്യങ്ങളുടെ സങ്കല്പങ്ങളല്ല, അവർ നന്മയുടെയും സ്നേഹത്തിന്റെയും സങ്കല്പമായിട്ടാണ് പോകുന്നത്. പക്ഷേ RSSന്റെ രാമൻ അങ്ങനെയുള്ളൊരു രാമനല്ല. അതുകൊണ്ട് ഇനിയും പള്ളി തകർക്കണം, അമ്പലം പണിയണം എന്നുള്ള മുദ്രാവാക്യമല്ല ഗാന്ധിജിയുടെ രാമം മുന്നോട്ട് വെക്കുക. ഗാന്ധിജിയുടെ രാമം മുന്നോട്ട് വെക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവർക്ക്, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് ഗാന്ധിജിയുടെ രാമനും ഇപ്പോൾ RSS മുന്നോട്ട് വെക്കുന്ന രാമനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ അറിയണം എന്താ നമ്മുടെ എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ രാമായണം അദ്ദേഹത്തിന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എന്താ, അദ്ദേഹത്തിന്റെ കിളിപ്പാട്ടിൽ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ജന്മനാശാദികൾ ഏതുമില്ലാത്ത വസ്തു, ജന്മനാശാദികൾ ഏതുമില്ലാത്ത വസ്തു. എന്നിട്ട് പറഞ്ഞു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിയുക നീ എന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ? അതാണോ RSS പറയുന്നത്? ജന്മവും നാശവും ഒന്നുമില്ലാത്ത പരബ്രഹ്മമാണ് എൻ്റെ രാമൻ എന്ന് നമ്മളെ പഠിപ്പിച്ച എഴുത്തച്ഛൻ്റെ രാമനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? എഴുത്തച്ഛൻ്റെ രാമൻ ഒരുപാട് ജന്മസ്ഥലങ്ങളുണ്ട്. എഴുത്തച്ഛൻ്റെ രാമൻ ഈ ലോകത്ത് എല്ലായിടത്തും ജനിക്കുന്ന, എല്ലായിടത്തുമുള്ള സർവ്വവ്യാപിയായിട്ടുള്ള രാമനാണ്, നന്മയുടെ രാമനാണ്. എന്നാൽ RSSന്റെ രാമൻ ഒരിടത്ത് മാത്രം ജനിച്ചിട്ടുള്ള രാമനാണ്. ഈ വ്യത്യാസം നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്.